ഹലോ എവരിവൺ, ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ കൈൽ സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ കൈൽ സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യും അതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. S4 ECയുടെ മൈക്രോ കൺട്രോളർ ലാബിൽ നമുക്ക് 8051 പ്രോഗ്രാമിംഗ് ഉണ്ട്. അത് കൈൽ സോഫ്റ്റ്വെയറിൻ്റെ യൂസോടുകൂടി നമുക്ക് ഓൺലൈൻ മോഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊരു പ്രോഗ്രാം കൈൽ സോഫ്റ്റ്വെയറിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും ആ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്തതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മുടെ ഡെസ്ക്ടോപ്പ് കൈലിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൈൽ മൈക്രോവിഷൻ ഒരു ഇൻ്റർഫേസ് നമുക്കിങ്ങനെ ഓപ്പൺ ആയി വരും. ഫസ്റ്റ് ഇതിനകത്ത് പ്രോഗ്രാംസ് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്. ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫയൽ, എഡിറ്റ്, വ്യൂ, പ്രോജക്റ്റ്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതിൽ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ന്യൂ മൈക്രോവിഷൻ പ്രോജക്റ്റ്. ഇപ്പം നമ്മൾ പ്രോഗ്രാം ഒരു ഫോൾഡറിലേക്ക് നമുക്ക് സേവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇതിനകത്ത് ബിൽഡൊക്കെ ചെയ്യുമ്പം വേറെ സബ് ഫയൽസും കൂടെ ജനറേറ്റ് ആയിട്ട് വരും. അപ്പം അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു പ്രോഗ്രാം ചെയ്യുമ്പം ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ന്യൂ ഫോൾഡർ ഞാനിപ്പം മൈക്രോ കൺട്രോളർ ലാബിൻ്റെ വെച്ചിട്ട് MCL എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ MCLനകത്ത് നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ demo1 എന്നുള്ള പേര് കൊടുക്കുകയാണ്. സേവ് ചെയ്തു. അപ്പോഴത്തേക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതായത് സെലക്ട് ഡിവൈസ് ഫോർ ടാർഗറ്റ് എന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് ഒരു ഡിവൈസിനകത്ത് ചൂസ് ചെയ്യണം. ഇതെല്ലാം വന്നിരിക്കുന്നത് ഡിഫറെൻറ്റ് 8051 മൈക്രോ കൺട്രോളേഴ്സിൻ്റെ മാനുഫാക്ചേഴ്സിൻ്റെ ലിസ്റ്റാണ് ഈ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡോൾഫിൻ, ജനറിക്, ഹണിവെൽ, ഹുണ്ടായി, അങ്ങനെ ഡിഫറെൻറ്റ് വെൻഡേഴ്സ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻറ്റലിൻ്റെ ആണ്. ഇപ്പോൾ ഇവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. സെർച്ച് ഓപ്ഷനിൽ ഇൻറ്റൽ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോഴത്തേക്ക് ആ ഇൻറ്റലിൻ്റെ സെർച്ച് റിസൾട്ട് വരും. അതിൽ പ്ലസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇൻറ്റലിൻ്റെ വേരിയസ് മൈക്രോ കൺട്രോളേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ട് വരും. അതിൽ നമുക്ക് വേണ്ടത് 8051 മൈക്രോ കൺട്രോളറാണ്. അത് ചൂസ് ചെയ്യുക. പിന്നെ അതിനകത്ത് ഓരോന്നും വരുമ്പോഴത്തേക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇപ്പം 8087 ആണെങ്കിൽ 8-bit മൈക്രോ കൺട്രോളർ, 3 timers, 6 interrupts, അങ്ങനെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്ത് വരും. നമുക്ക് വേണ്ടത് 8051 ആണ്. അപ്പോൾ അതിൻ്റെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ 8-bit മൈക്രോ കൺട്രോളർ, 2 timers, counters, 5 interrupt, 4 kilo RAM, 128 bytes ഓൺ ചിപ്പ് റാം ഒക്കെ ഇതിനകത്ത് സ്പെസിഫിക്കേഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് വരും. അപ്പോൾ ഈ മെസ്സേജിനകത്ത് നമ്മൾ യെസ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ മൈക്രോ കൺട്രോളർ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് ഒന്നുകിൽ C പ്രോഗ്രാം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യാം. ഇപ്പോൾ C പ്രോഗ്രാമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ S കൊടുക്കണം. നമ്മൾ ഇവിടുത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അസംബ്ലി ലാംഗ്വേജ് ആണ്, ASM ആണ്. സോ ഇവിടെ നമ്മൾ നോ സെലക്ട് ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മളുടെ പ്രോജക്റ്റ് ഡെമോ എന്ന് പറഞ്ഞ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ടാർഗറ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോഴത്തേക്ക് സോഴ്സ് ഗ്രൂപ്പ് 1 എന്നുള്ളത് വരും. അപ്പോൾ ആ സോഴ്സ് ഗ്രൂപ്പ് 1-നകത്താണ് നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടത്. ഇതിനകത്ത് പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഇതിനകത്ത് ഇവിടെ ഫയൽ ന്യൂ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ അതിൻ്റെ താഴെ ഫയൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരെണ്ണം ഓപ്പണായി വരും. ഇവിടെയാണ് നമ്മളെ പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളായിട്ട് 2 numbers ആഡ് ചെയ്യുന്നതായിട്ട് ഒരു പ്രോഗ്രാം എടുക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ ഈ സെഷൻ്റെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു കൈൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമ്മൾ പ്രോഗ്രാം എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്, അതുപോലെ അതെങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, ഡീബഗ് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷൻ മെയിൻലി ഡീൽ ചെയ്യുന്നത്. ഇപ്പം ഒരു പ്രോഗ്രാം എടുക്കുകയാണ്. ഇപ്പം പ്രോഗ്രാം ആഡ് 2 numbers എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊന്ന് ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പോൾ അത് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഒറിജിൻ 000H ഇനിഷ്യലൈസ് ചെയ്തു 000Hലേക്ക്. ഇനി സെക്കൻഡ് കമാൻഡ് മൂവ് R2 രജിസ്റ്റർ R2, ഹാഷ് ഒരു നമ്പർ ഞാനിപ്പോൾ കൊടുക്കുന്നത് 66H എന്നുള്ള നമ്പറാണ് കൊടുക്കുന്നത്.
ഇപ്പോൾ ഈ ഒരു ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂവ് R2 #66H ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഹാഷ് മീൻസ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് ആണ്. അപ്പോൾ അതിനകത്ത് R2 എന്നുള്ള രജിസ്റ്ററിലേക്ക് 66H എന്നുള്ള വാല്യൂ ആയിരിക്കും സ്റ്റോർ ആവുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് 2 നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആഡ് ചെയ്യേണ്ട ഫസ്റ്റ് നമ്പറാണ് ഈ 66H എന്നുള്ളത് ഞാൻ കൊടുത്തിരിക്കുന്നത്, ഹെക്സാ നമ്പർ 66H എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു നമ്പർ വേണമല്ലോ, അപ്പോൾ അതിന് നമ്മൾ മൂവ് രജിസ്റ്റർ എ എടുത്താണ്. മൂവ് എ #30H സെക്കൻഡ് നമ്പർ. ഓക്കെ, അപ്പോൾ 30H-ഉം 66H കൂടാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു 000H-ലേക്ക്. സെക്കൻഡ് സ്റ്റെപ്പിൽ മൂവ് R2, #66H എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 66H എന്നുള്ള വാല്യൂ രജിസ്റ്റർ R2-ൽ സ്റ്റോർ ആവും. അടുത്ത സ്റ്റെപ്പിൽ എ രജിസ്റ്ററിലേക്ക് 30H എന്നുള്ള വാല്യൂ സ്റ്റോർ ആവും. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പം നിമോണിക്സ് ആഡ് എന്നുള്ള കമാൻഡ് ഉണ്ട്. ആഡ് A, R2. അപ്പോൾ അത് ഈ 2 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അത് എൻഡ് ചെയ്യാൻ വേണ്ടി എൻഡ് എന്നുള്ള കമാൻഡ് കൊടുക്കാം. എൻഡ്. ഇതാണ് ഒരു 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം. നമ്മളിവിടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇത് സേവ് ചെയ്യണം. ഇവിടെ യൂസ് ചെയ്ത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് ആണ് യൂസ് ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളിപ്പോൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അത് സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടി ഇവിടെ സേവ് ഓപ്ഷൻ ഉണ്ട്. സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത MCL എന്നുള്ള ആ ഒരു ഫോൾഡറിലാണ് ഇതെല്ലാം വന്ന് സേവ് ആവുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇങ്ങനത്തുള്ള സബായിട്ടുള്ള കുറച്ച് ഫയൽസ് ഇത് തന്നെ ജനറേറ്റ് ചെയ്യും. അതെല്ലാം നമ്മളുടെ ആ ഫോൾഡറിൽ തന്നെ വന്ന് കിടക്കും. ഇനി നമ്മൾ എഴുതിയ പ്രോഗ്രാം സേവ് ചെയ്യണം. അപ്പം സേവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു നെയിം കൊടുക്കുകയാണ്. SS സം ആയതുകൊണ്ട് SS എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, അത് സേവ് ചെയ്യേണ്ടത് .asm ആയിട്ടാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. അത് ഓർത്തോണം. നമ്മളിപ്പം എഴുതിയ പ്രോഗ്രാം സേവ് ചെയ്യുന്നത് അസംബ്ലി ലാംഗ്വേജ് നമ്മളവിടെ സേവ് ചെയ്യുക. അപ്പോൾ ആ പ്രോഗ്രാം കണ്ടില്ലേ, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്തു. നമ്മൾ .asm-ലേക്ക് സേവ് ചെയ്തപ്പോഴത്തേക്ക് കളർ ചേഞ്ച് ചെയ്ത് അതിൽ ആ നിമോണിക്സ് ബ്ലൂ കളറിലും രജിസ്റ്റേഴ്സ് ഗ്രീൻ കളറിലും ആ വാല്യൂസ് റെഡ് കളറിലും കണ്ടോ, അങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ആ .asm-ലേക്ക് സേവ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത പ്രോഗ്രാം അതിൽ ആ നിമോണിക്സ് ബ്ലൂ കളറ്, രജിസ്റ്റേഴ്സ് ഗ്രീൻ കളറ്, അതുപോലെ വാല്യൂസ് റെഡ് കളറിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ പ്രോഗ്രാം ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ പർപ്പസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതൊരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയും, ID എന്ന് പറയും, KEIL സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ യൂസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ്വെയർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബോർഡ് അതുപോലത്തുള്ള ഹാർഡ്വെയർ ആയിട്ട് നമുക്ക് ഈ സോഫ്റ്റ്വെയറിന് നമുക്ക് ഇൻ്റർഫേസ് ചെയ്യാൻ പറ്റും. ഇപ്പം പ്രോട്ടീസ് എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് റിയൽ ടൈം സിമുലേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. അതായത് നമ്മളെ ഡയോഡ്, സെൻസർ അതൊക്കെ റിയൽ ടൈമിൽ പ്രോട്ടീസ് മിമിക് ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ നമ്മൾ ഈ ജനറേറ്റ് ചെയ്യുന്ന അസംബ്ലി ലാംഗ്വേജ് ഹെക്സ് കോഡായിട്ടായിരിക്കും ജനറേറ്റ് ആവുന്ന. അതിന് നമുക്ക് ഹാർഡ്വെയറിലേക്ക് കൊടുത്ത് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു യൂസ് വരുന്നത്. നമ്മൾ ആക്ച്വലി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന് നമ്മൾ ഏതെങ്കിലും ഹാർഡ്വെയറിലേക്ക് കൊടുത്തിട്ടാണ് അതിന് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും പ്രോഗ്രാം എഴുതി കഴിയുമ്പം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് പ്രോജക്റ്റ് എന്നുള്ളതുണ്ട്. ഇപ്പോൾ പ്രോജക്റ്റിനകത്ത് നമ്മൾ ഈ ഓപ്ഷൻസ് ഫോർ ടാർഗറ്റ് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും. നമ്മളുടെ ലാബിൽ ഇപ്പം നമ്മൾ പ്രോട്ടീസ് അതുപോലത്തുള്ള ഹാർഡ്വെയറായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് സിമുലേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാലും റിയൽ ടൈം ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ ഡിവൈസ് നമ്മളിപ്പോൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടാർഗറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ മെഗാ ഹെർട്സ് ഫ്രീക്വൻസി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കണം നമ്മളുടെ കണക്ട് ചെയ്യാൻ പോകുന്ന ഡിവൈസിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്തിരിക്കണം. അതനുസരിച്ച് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്ത്
കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഔട്ട്പുട്ട് ആണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ഹെക്സ് ഫയൽ എന്നുള്ള ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്താ ഹെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് കൊടുക്കുന്നത്, അത് ഓർക്കണം. അതുപോലെ ഡീബഗ്, ഇവിടെ ആ ഡിവൈസ് ഇവിടെ ചൂസ് ഡിവൈസ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഡീഫാൾട്ട് ആയിട്ട് യൂസ് സിമുലേറ്റർ അടക്കുന്നത്. അപ്പം നമ്മളിപ്പം നമ്മളുടെ ലാബ് യൂസിൽ നമ്മളിപ്പം സിമുലേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ഇത്രയും കാര്യം കൂടെ ഒന്ന് ഓർത്തോണം. നമ്മളിപ്പം റിയൽ ടൈമിൽ ഈ കൈൽ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് ഏതെങ്കിലും ഹാർഡ്വെയറിലോട്ടായിരിക്കും നമ്മളത് കൊടുക്കുന്നത്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് പ്രോട്ടീസ് എന്ന് പറയുന്ന ഇതാണ്, സിമുലേറ്റർ ആണ്. അപ്പം അത് റിയൽ ടൈം സിമുലേറ്റർ ആണ്. നമ്മൾ ഈ പ്രോഗ്രാം എങ്ങനെയാണോ അതനുസരിച്ച് ഇപ്പോൾ സെൻസേഴ്സ്, LED അതെല്ലാം നമുക്ക് റിയൽ ടൈമിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്തോണം. ഇപ്പോൾ ടാർജറ്റിനകത്ത് ആ ഫ്രീക്വൻസി നമ്മൾ കറക്റ്റായിട്ടുള്ള നമ്മളുടെ കണക്ട് ചെയ്യാൻ പോകുന്ന ഡിവൈസിന്റെ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫ്രീക്വൻസി ആയിരിക്കണം. അതുപോലെ ഇവിടെ ഹെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം, ക്രിയേറ്റ് ഹെക്സ് ഫയൽ എന്നുള്ളത്. അതുപോലെ ഡീബഗ് ഓപ്ഷനിനകത്ത് ഈ യൂസ് സിമുലേറ്റർ ചേഞ്ച് ചെയ്തിട്ട് ആ ഡിവൈസിന്റെ ഇവിടെ കൊടുക്കേണ്ടി വരും. ഹാർഡ്വെയറുമായിട്ട് കണക്ട് ചെയ്യുന്ന കേസിലാണ്. നമ്മളുടെ ലാബിൽ ഇപ്പം നമ്മൾ സിമുലേഷൻ മാത്രമേ നോക്കുന്നുള്ളൂ, യൂസ് സിമുലേറ്റർ മാത്രമാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ക്ലോസ് ചെയ്യാം. ഇനി ഇപ്പം നമുക്ക് ഓൾറെഡി ഹെക്സ് ഫയൽ നമ്മളെ പ്രോഗ്രാമായി, അത് ഈ സോഴ്സ് ഗ്രൂപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യണം. അപ്പം അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്, ആഡ് എക്സിസ്റ്റിംഗ് ഫയൽസ് ടു ഗ്രൂപ്പ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് ഈ സോഴ്സ് ഗ്രൂപ്പിലെ ഈ പ്രോഗ്രാം അങ്ങോട്ട് ആഡ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാം ഓൾറെഡി ടൈപ്പ് ചെയ്തു, അതിന് ഈ സോഴ്സ് ഗ്രൂപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ഫയൽസ് ടു സോഴ്സ് ഗ്രൂപ്പ് 1 എന്ന് കൊടുത്തു. അപ്പോഴും നമ്മളുടെ ആ MCL എന്നുള്ള ഫോൾഡറിനകത്താണ് ആ ഡീറ്റെയിൽസ് വരുന്നത്. അതിൽ നമ്മളിവിടെ ആൾ ഫയൽസിനകത്ത് നമുക്കറിയാം നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് ASM-ലാണ്. അപ്പോൾ ഇവിടെ ASM ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. ASM ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ SS.ASM, ഞാൻ ഈ ഒരു പ്രോഗ്രാം സേവ് ചെയ്തത് SS.ASM-ലായിരുന്നു. അപ്പോൾ അത് ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് വരും. അത് ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ക്ലോസ് ചെയ്യണം. അപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഴ്സ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ഈ ടൈപ്പ് ചെയ്ത പ്രോഗ്രാം ആഡ് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ പ്ലസ് അടിക്കുമ്പോഴത്തേക്ക് SS.ASM എന്നുള്ള നമ്മളെ പ്രോഗ്രാം ഈ ഒരു സോഴ്സ് ഗ്രൂപ്പിലേക്ക് ആഡായി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇതിനെ ഇവിടെ ഒരു ട്രാൻസ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ കിടക്കുന്നതാണ് ട്രാൻസ്ലേറ്റ് എന്നുള്ളത്, ട്രാൻസ്ലേറ്റ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. assembly.asm, അപ്പോൾ ഇതിനകത്താണെങ്കിൽ താഴെ എറേഴ്സ് വാർണിങ്സ് പറഞ്ഞ് കാണിക്കും. പിന്നെ അതിനകത്ത് എറർ 1 എന്നുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. അത് എറർ 1 എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാമിനകത്ത് 3rd ലൈനിൽ മൂവ് A കോമ ഉണ്ടായിരുന്നു, ഞാൻ കോമ ഇട്ടിട്ടില്ലായിരുന്നു. ഓക്കെ, നമുക്ക് കോമ ഇടാം. അപ്പോൾ A, #30H എന്നാണ്. അപ്പോൾ അതാണ് ഇവിടെ എറർ 1 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊന്നും കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇവിടെ 0 എറേഴ്സ് 0 വാർണിങ്സ് എന്ന് വന്നു. അപ്പോൾ നമ്മളെ പ്രോഗ്രാമിനകത്ത് എറേഴ്സ് ഒന്നുമില്ല. അതിനുശേഷം നെക്സ്റ്റ് ബിൽഡ് ഓപ്ഷൻ ഉണ്ട്, ബിൽഡ് കൊടുക്കുക. ബിൽഡായി. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ റീബിൽഡ് കൊടുക്കുക. അതാണ് സ്റ്റെപ്സ് വരുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്യുക, ബിൽഡ് ചെയ്യുക, റീബിൽഡ് ചെയ്യുക. അപ്പോഴും സീറോസും വാർണിങ്സും 0 ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡീബഗ് ചെയ്യണം. ഡീബഗ് ഓപ്ഷൻ ഒന്നെങ്കിൽ ഇവിടെ ഡീബഗ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഡീബഗ് സെക്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ഐക്കണിനകത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഇവാലുവേഷൻ മോഡ് റണ്ണിങ് വിത്ത് കോഡ് സൈസ് ലിമിറ്റ് 2K. ഓക്കെ, അത് ഇവാലുവേഷൻ മോഡ് ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അത് ഓക്കെ കൊടുക്കുക. ഡീബഗ് ചെയ്ത് ഇങ്ങനൊരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയി വരും. അപ്പം അതിനകത്ത് ഇനി നെക്സ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് പ്രോഗ്രാംസ് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത് ഈ 4th ഓപ്ഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഓക്കെ, ഇതിനകത്ത് രജിസ്റ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്. രജിസ്റ്റേഴ്സ് R0 to R7 രജിസ്റ്റേഴ്സ്, അതിൻ്റെ വാല്യൂസ് കാണിച്ചിട്ടുണ്ട്.
ഓക്കെ, ഇനി നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഡീബഗ് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് സ്റ്റെപ്പാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഇപ്പം ഈ ലൈൻ പോയിന്റ് ചെയ്ത് നിൽക്കുന്ന സെക്കൻഡ് ലൈനിലാണ്. നമ്മളിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചൂസ് ചെയ്ത് നോക്കാം. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് ഇവിടെ തേർഡ് ലൈൻ വരെ അത് എക്സിക്യൂട്ടായി. നമ്മളെ പ്രോഗ്രാമിലാണെങ്കിൽ R2ലേക്ക് 66H ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ അറിയാം R2ലേക്ക് 66 എന്നുള്ള വാല്യൂ വന്നിട്ടുണ്ട്. ഇതാണ് പോയിന്റർ. നമ്മൾ തേർഡ് ലൈനിലാണ് നിൽക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ രജിസ്റ്റർ R2ൽ 66 എന്നുള്ള വാല്യൂ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 96H എന്നുള്ള വാല്യൂ ആണ് അക്യുമുലേറ്റർ എയിൽ വരേണ്ടത്. ഇനി അടുത്ത ഇവിടെ വൺ സ്റ്റെപ്പ് ഒന്നുകൂടെ കൊടുക്കുമ്പോഴത്തേക്ക് അടുത്ത ലൈൻ എക്സിക്യൂട്ട് ആവും. കണ്ടോ, ഇപ്പം അത് ഫോർത്ത് ലൈനിലായി. അപ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂസ് നോക്കിക്കേ. R2ൽ നമ്മൾ ആദ്യത്തെ 66 വാല്യൂ തന്നെ, അടുത്ത എയിൽ എന്ന് പറയുന്നത് എന്തായി, ആ 30H എന്നുള്ള വാല്യൂ എയിൽ വന്നു. നമ്മളിപ്പോൾ ഫോർത്ത് ലൈനിലാണ് നിൽക്കുന്നത്. തേർഡ് ലൈൻ വരെ എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കേസിൽ ആ രണ്ട് രജിസ്റ്റേഴ്സിലേക്കല്ലേ നമ്മൾ രണ്ട് വാല്യൂസ് കൊടുത്തത്. ഫസ്റ്റ് രജിസ്റ്റർ R2ലേക്ക് നമ്മൾ 66 എന്നുള്ള വാല്യൂയും സെക്കൻഡ് എയിലേക്ക് നമ്മൾ 30 എന്നുള്ള വാല്യൂ ആണ് കൊടുത്തത്. അപ്പോൾ ഈ സ്റ്റെപ്പ് ആയപ്പോഴത്തേക്ക് ആ രണ്ട് രജിസ്റ്റേഴ്സിലും ആ രണ്ട് വാല്യൂസ് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കും വരുന്നത്, അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എയിൽ വരണം. ഓക്കെ, അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 96 എന്നുള്ള വാല്യൂ വരും. നമുക്ക് നോക്കാം, അടുത്ത സ്റ്റെപ്പിൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് കണ്ടില്ലേ, എയിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 96 എന്ന് വന്നു. ഓക്കെ, നമ്മൾ 66 പ്ലസ് 30 എന്ന് പറയുന്നത് 96 എന്നുള്ള വാല്യൂ വന്നു. അതുപോലെ R2ൽ വാല്യൂ എത്ര വന്ന് കിടക്കുന്നത്, ആ 66H എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോഗ്രാം, അതിൻ്റെ റിസൾട്ടാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ഓരോ രജിസ്റ്റേഴ്സിലും എന്ത് വാല്യൂസാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്കിവിടെ ആഡ് ചെയ്ത് അക്യുമുലേറ്റർ എയിൽ അതിൻ്റെ ആൻസർ 96 എന്നുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ KEIL സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് പ്രോഗ്രാംസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇത്രയും ഒരു സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ ഓരോ പ്രോഗ്രാം അനുസരിച്ച് ഇവിടെ ആ പ്രോഗ്രാമിൽ ഡിഫറൻസ് വരുത്തേ ഉള്ളൂ. ബാക്കി സ്റ്റെപ്സ് ഒക്കെ നമ്മൾ സെയിം തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് സിമുലേറ്റർ മോഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്കിങ്ങനെ റിസൾട്ട് കിട്ടുന്നത്. ഇതല്ല, ഇനി നമ്മളിപ്പം പ്രോട്ടീസ് റിയൽ ടൈം സിമുലേറ്റേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ആ ഹെക്സ് കോഡ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ക്ലോക്ക് ഫ്രീക്വൻസീസ് സെയിം ആയിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ ഹാർഡ്വെയർ ചൂസ് ചെയ്ത് കൊടുക്കണം. സിമുലേഷൻ മോഡ് മാറ്റിയിട്ട് ഹാർഡ്വെയർ ചൂസ് ചെയ്ത് ആ പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിയൽ ടൈമിൽ ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഏത് പ്രോഗ്രാം വേണമെങ്കിലും ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻ്റർഫേസും ആ സ്റ്റെപ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഈസി ആയിട്ടുള്ള ഒരു 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പ്രോഗ്രാം അസംബ്ലി ലാംഗ്വേജിൽ നമ്മളിപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുത്തത്. ഇങ്ങനെയാണ് നമ്മളൊരു KEIL സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമ്മളൊരു പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് ബിൽഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് വരുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ മോർ പ്രോഗ്രാംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.